ഓരോ നിമിഷവും ഞാൻ ഭീതിയുടെ നിഴലാണ്. അവൻ വരും. എപ്പോഴും അവന്റെ വരവ് പ്രതീക്ഷിക്കാം. അതിനെക്കുറിച്ച് ഓർക്കുമ്പോ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ഓർക്കണ്ട. ഞാനില്ലേ മായിക്ക്. അത് മാത്രമാണ് എന്റെ ആശ്വാസം. നമ്മുടെ ഈ അടുപ്പം എത്രയും വേഗം അപ്പുവിനെ അറിയിക്കണം. അല്ലെങ്കിൽ അപ്പു എന്നോട് വല്ലാതെ അടുപ്പം കാണിക്കുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾ തമ്മിൽ വളരെ അകന്നിട്ടുണ്ട്. നമ്മൾ വിവാഹിതരാകാൻ പോകുന്ന വിവരം അവൻ അറിയുമ്പോ അതൊരു ഷോക്കായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ അവനൊരു ഷോക്ക് ആവശ്യമാ. എന്തായാലും ഈ ഒരു ഇന്നലെ ഞാനോട് പറയാം. എന്താ പോരെ? എന്താടോ? എന്തിനാ എന്നെ ഇവിടെ വിളിച്ചുകൊണ്ടെന്ന് പറയാം. കുറച്ച് ദിവസമായി ഞാനത് നിന്നോട് പറഞ്ഞു വിചാരിച്ചിട്ട്. ഞാൻ ഇതുവരെ ഒന്നും നിന്നെ മറക്കാൻ ശ്രമിച്ചിട്ടില്ല. നിനക്കറിയാലോ, എൻ്റെ അച്ഛന് മറ്റൊരു സ്ത്രീയിലൊരു കുട്ടികൾ വരും. ആ സ്ത്രീയും മകളും ഈ നഗരത്തിലുണ്ട്. ഞാൻ പലപ്പോഴും തനിച്ചു പോകുന്നത് അവിടേക്കാ, ആ അമ്മയെയും പെങ്ങളെയും കാണാൻ. പുതിയ ബന്ധങ്ങളൊക്കെ വന്നപ്പോ പഴയ സുഹൃത്തിനെ മറന്നുവല്ലേ? എനിക്കും ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. സമയമായിട്ടില്ല. സമയമാകുമ്പോ ഞാൻ പറയാം. പോകാൻ വരട്ടെ. ഞാൻ പറയാമെന്നത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ആഹാ, കല്യാണോ? ഇത്ര പെട്ടെന്നോ? ഏതാ പെണ്ണ്? നമ്മുടെ മായ. അത് നീ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. മായം കൂടി ചേർന്നെടുത്ത തീരുമാനം. എന്താ നിന്റെ ഉദ്ദേശം? എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ഇത്രയും നാള് നിങ്ങൾ എന്റെ മുമ്പിൽ നാടകം കളിക്കായിരുന്നു അല്ലേ? നീ അനന്തനെ വിവാഹം കഴിക്കാൻ പോവാന്ന് അവൻ എന്നോട് പറഞ്ഞു, ശരിയാണോ? ശരിയാണ്. അതെങ്ങനെയാണ് അപ്പുവിനോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. നീ ഇത്രയും ക്രൂരിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മായ ഇവിടെ വന്നത് മുതൽ എനിക്ക് മായോട് ഇഷ്ടമായിരുന്നു. എന്നെ ഇഷ്ടമല്ലെന്ന് മായയ്ക്ക് എപ്പോഴെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ? എന്നെ വെറുതെ മോഹിപ്പിക്കായിരുന്നല്ലേ? എനിക്ക് എന്തൊരു കുറവ്? അപ്പു ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത്. അപ്പുവിന്റെ കളിതമാശകളും ഇന്റിമസിയും എന്നിലൊരു ബ്രദർലി അഫെക്ഷനാണ് ഉണ്ടാക്കിയത്. എനിക്ക് അങ്ങനെ കാണാൻ പറ്റൂ. എല്ലാ പെൺകുട്ടികളും പറയുന്ന വാക്ക് തന്നെ നീയും പഠിച്ചു വച്ചിരിക്കുകയാണല്ലേ? നീ ആയിരിക്കില്ല ഒരു പക്ഷെ തെറ്റുകാരി. അവൻ പലതും പറഞ്ഞു മോഹിപ്പിച്ചിരിക്കാം. അവനോടൊപ്പം ഇറങ്ങി തിരിച്ചാ നിനക്ക് നഷ്ടമാവുന്ന നിന്റെ ജീവിതമായിരിക്കും. അനന്തനെ എനിക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ല. ഒരു ആത്മസുഹൃത്തിനോട് അവനത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നെന്നാ? ജോലിയും കൂലിയും ഇല്ലാതെ അമ്മയെയും പെങ്ങന്മാരെയും പോറ്റാൻ പോലും നിവർത്തിയില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് കാശ് കൊടുത്ത് ജോലി വാങ്ങിച്ചെന്നതോ, ഇന്നീ കാണുന്ന നിലയിൽ എത്തിച്ചതോ? പെട്ടെന്ന് കുറച്ച് കാശ് കിട്ടിയപ്പോ ഒരു പെണ്ണിന് വേണ്ടി നീ എല്ലാം മറന്നല്ലേ? നിർത്തടാ, നീ കൂടുതലൊന്നും പറയണ്ട. ഇവിടെ വന്ന് പട്ടിണി കിടന്നപ്പോ തെണ്ടികളെ പോലെ പാട്ടും പാടി ഡാൻസ് ചെയ്ത് നിനക്ക് ആഹാരത്തിന് വഴി ഉണ്ടാക്കി തന്നവരോടാ ഞാൻ. എന്റെ കഴിവും കഷ്ടപ്പാടാണ് എപ്പോഴത്തെ സമ്പാദത്തിന് കാരണം. അപ്പോ എനിക്ക് വേണ്ടി നിങ്ങൾ തമ്മിൽ പിണങ്ങരുത്. ഞാൻ അനന്തനെ സ്നേഹിച്ചു പോയി. കാര്യങ്ങൾ ഇത്രയായി സ്ഥിതിക്ക് ഇനി നമ്മൾ തമ്മിലൊരു സൗഹൃദത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കമ്പനിയുടെ പകുതി ഷെയർ എനിക്ക് വേണം. നമുക്കിവിടെ വെച്ച് പിരിയാം. പോട്ടെ.
എന്താ സുഹൃത്തെ, ഇന്ന് ഒറ്റയ്ക്കാണല്ലോ? കുറ്റത്തോളം തടഞ്ഞോ? ഇഷ്ടത്തോഴനോ? അവനെന്റെ ആരുമല്ല, വഞ്ചകൻ. ഇപ്പൊ അങ്ങനെയായോ? കാശുണ്ടായപ്പോ സുഹൃത്തിനെ തടഞ്ഞിരിക്കും അല്ലേ? ഇനി ഞാൻ ഒറ്റയ്ക്ക. ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവൻ തട്ടിയെടുത്തു. തട്ടിയെടുത്താൽ വിട്ടുകൊടുക്കരുത്. അപ്പുക്കുട്ടൻ എന്നെ വിശ്വസിക്കാം. മിസ്റ്റർ പാറക്കാരൻ, നിങ്ങൾ നല്ലവനാ. നിങ്ങളാണ് യഥാർത്ഥ സുഹൃത്ത്. ഇന്ന് എനിക്ക് വേണ്ടി എന്നോടൊപ്പം ശകലം കഴിക്കണം. അതിനെന്താ, ഒരു നല്ല സുഹൃത്തിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ കഴിവുള്ളവനാണ് ഈ വിൻസെന്റ് പാറക്കാരൻ. ഏട്ടൻ കല്യാണം കഴിക്കാൻ വന്ന പെണ്ണിനെ എനിക്കൊന്ന് കാണണം. അതിനെന്താ, കാണാലോ. ഞാൻ ഒരു ദിവസം വന്ന് കൂട്ടിക്കൊണ്ടുപോവാം. അത് പറ്റില്ല, എനിക്ക് തനിച്ചൊന്ന് ഇന്റർവ്യൂ ചെയ്യണം. നിന്റെ ഒരു ഇന്റർവ്യൂ സെലക്ഷൻ കൊള്ളാവോന്ന് എനിക്കൊന്ന് അറിയണല്ലോ. മോനെ, അച്ഛനെ കണ്ട് സമ്മതം വാങ്ങണം. അതേ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല. അച്ഛന്റെ സ്വഭാവം അമ്മയ്ക്കറിയാലോ. അമ്മാവനോട് പോയി. അമ്മാവനോട് ഈ കാര്യങ്ങളൊക്കെ അമ്മ എന്നൊന്ന് പറയണം. അമ്പലത്തിൽ പോയിരിക്കുക. അമ്മാവനിപ്പോ പഴയ ആളൊന്നുമല്ല. എന്താ എല്ലാവരും കൂടി ഗൂഢാലോചന? ഇവൻ ചേട്ടനോട് അവന്റെ കല്യാണക്കാര്യം പറയാൻ വന്നതാ. അതൊരു നല്ല കാര്യമാണല്ലോ. ഏതാടാ കുട്ടി? അത് കല്യാണം നമുക്ക് പൊടി പിടിക്കണം. അനന്ത് ഇവിടെ നമുക്ക് അന്വേഷിക്കാം. വാടാ. നീ എന്തിവിടെ? പ്ലീസ് എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമോ? വരൂ. എനിക്ക് വല്ലാതെ പേടിയാവുന്നു അപ്പു. കുറച്ചു മുൻപ് ഒരു പെൺകുട്ടി അനന്തൻ അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു. അവൾ മഹേന്ദ്രനുമായി ബന്ധമുള്ള പെണ്ണ. എന്നെ കണ്ട ഉടനെ അവൾ ഇറങ്ങി ഓടി. മഹേന്ദ്രൻ എന്നെ കണ്ടുപിടിക്കാൻ അവളെ നിയോഗിച്ചിരിക്കുകയാണ്. പക്ഷേ അനന്തനും അവളും തമ്മിലുള്ള ബന്ധമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? ഇതല്ല അവന്റെ കളികളാ. നിന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവനറിയാമല്ലോ. സ്നേഹം നടിച്ച് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് നിന്നെ മഹേന്ദ്രന് ഒറ്റുകൊടുക്കാനാണ്. അതിന് മഹേന്ദ്രൻ നൽകുന്ന പ്രതിഫലോ വളരെ വലുതാ. അതൊരിക്കലും ഉണ്ടാവില്ല. എന്റെ മായെ നിനക്ക് ഇപ്പോഴും അനന്തനെ മനസ്സിലായിട്ടില്ല. എന്തായാലും ഏതാനും നിമിഷത്തിനകം അവൻ ആളുകളുമായി ഇവിടെ എത്തും. അപ്പൊ നീ മനസ്സിലാക്കും ഈ പാവപ്പെട്ട അപ്പുന്റെ വില. പ്ലീസ് എന്നെ രക്ഷിക്കൂ. ഇപ്പോൾ അതിന് അപ്പൂന് മാത്രമേ കഴിയൂ. ശരിയാണ്. മായിക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. എന്നെ സ്വീകരിച്ചില്ലെങ്കിലും ഈ അവസരത്തിൽ നിന്നെ ഞാൻ രക്ഷിക്കും. അപ്പോഴെങ്കിലും സ്നേഹത്തിന്റെ വില മായിക്ക് മനസ്സിലാവുമല്ലോ. വേഗം റെഡി ആയിക്കോളൂ, നമുക്ക് പോകാം. ഹലോ അപ്പുക്കുട്ടൻ. ഹലോ. എന്നെ മറന്നില്ല അല്ലേ? താങ്ക് യു. ഈ കുട്ടി ഇത് മായ. ഞാൻ പറഞ്ഞില്ലേ, ഓ മായ ഇരിക്കേ. ആയിരിക്കെ. ഞങ്ങളൊന്ന് സഹായിക്കണം. വിശ്വസിച്ച് വരുന്നവരെ പാറക്കാരൻ ഒരിക്കലും കൈവിടിഞ്ഞിട്ടില്ല. ഞാനിവിടെ തനിച്ചാണ്. നിങ്ങൾക്കിവിടെ സുഖമായി കഴിയാം. ആഹാ, മോനോ? ഗായത്രി ഇല്ലേ അമ്മേ? ഉണ്ടല്ലോ. മോളെ ഗായത്രി, ഏട്ടൻ വന്നിരിക്കുന്നു. ആ ചേട്ടാ, ഞാൻ ചേട്ടനെ കാണാതിരിക്കായിരുന്നു. മായ അവിടെ ഒന്നും കാണുന്നില്ല. എവിടെ പോയെന്ന് ഒരു പിടിയില്ല. നീ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു. മായ എനിക്ക് നേരത്തെ അറിയാം. എങ്ങനെ? ഞാൻ ജോലി ചെയ്തിരുന്ന എസ്റ്റേറ്റിലെ മുതലാളിയുടെ മകളാണ് മായ. മായയുടെ ചേച്ചിയെ മഹേന്ദ്ര കൊല്ലുന്നത് കണ്ട ഒരേ ഒരാള് ഞാനാണ്. അയാളെ ഭയന്നാണ് ഞാനും അമ്മയെ അവിടെ വിട്ടത്. ഏട്ടന്റെ വീട്ടിൽ വെച്ച് മായയെ കണ്ടപ്പോ എനിക്ക് അവളെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവൾ എവിടെ പോയതായിരിക്കും? ഞാൻ വരട്ടെ. ആരാ? ഞാൻ അപ്പുക്കുട്ടന്റെ പെങ്ങളാ. മായ ഒന്ന് കാണണമായിരുന്നു. വരൂ.
എക്സ്ക്യൂസ് മീ, നീ എന്തിനോട് വന്നു? എന്റെ ചേച്ചിയുടെ ജീവിതം പൊളിച്ചത് നീയാണ്. ഇപ്പോ നീ എന്നെ പിന്തുടരുകയാണ്. എന്നെ വെറുതെ വിടില്ലല്ലേ? മായ, എന്നെങ്കിലും സത്യം പുറത്തു വന്നല്ലേ മതിയാകൂ. മായ വിചാരിക്കുന്നത് പോലെയല്ല യാഥാർത്ഥ്യങ്ങൾ. നിങ്ങളുടെ ഓഫീസിൽ ജോലിക്ക് വന്നത് ജീവിക്കാൻ മറ്റു വഴിയില്ലാഞ്ഞിട്ടാണ്. അവിടെ മഹേന്ദ്രൻ എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങി. മായയുടെ ചേച്ചി എന്നെ തെറ്റിദ്ധരിച്ചു. സത്യാവസ്ഥ തുറന്നു പറഞ്ഞ് ജോലി രാജിവെക്കണമെന്ന് കരുതിയാണ് ഞാനിന്ന് വീട്ടിൽ വന്നത്. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. നോണാ, എന്നെ മഹേന്ദ്രന് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയല്ലേ നീ വന്നത്? ഞാൻ സ്നേഹിച്ച അനന്തനെയും നീ വശീകരിച്ചു. അനന്തൻ എന്റെ സഹോദരനാണ്. മായയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ ചേട്ടൻ മായയെ ഹൃദയതുല്യം സ്നേഹിക്കുന്നുണ്ട്. അത് പറയാനാണ് ഞാൻ വന്നത്. ഇനി താമസിപ്പിക്കണ്ട. മായും ഞാനും തമ്മിലുള്ള വിവാഹം നാളെ തന്നെ നടത്തണം. അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ഇന്ന് തന്നെ ഏർപ്പാട് ചെയ്യാം. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഓ, പ്ലീസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ, എന്താണ്? എനിക്ക് അപ്പുക്കുട്ടനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല. നിങ്ങളൊരു നല്ല മനുഷ്യനല്ലേ, അതുകൊണ്ട് ഇതിന് കൂട്ടു നിൽക്കരുത്. മായക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. എന്നാ ഞാൻ പോയിക്കോട്ടെ. അയ്യോ, മായ അപ്പക്കുട്ടിനെ ഏൽപ്പിച്ചിട്ടല്ലേ പോയിരിക്കുന്നത്. അവൻ വരാണ്ട് പോകുന്നത് ശരിയാണോ? മായ പോയി റെസ്റ്റ് എടുക്ക്. ഹലോ, മഹേന്ദ്രനല്ലേ? ഞാൻ വിൽസൺ പാറക്കാരൻ. നിങ്ങളുടെ ആ പെൺകുട്ടിയെ പിടിച്ചു വന്നാൽ ഈ വിൽസൺ പാറക്കാരൻ എന്ത് വരും? എന്തും വരില്ല. കോടിക്കണക്കിന് സ്വത്തിന്റെ അവകാശമല്ലേ അവൾ. എനിക്ക് അധികമൊന്നും വേണ്ട, വെറും 1 കോടി. എങ്കിലും താമസിക്കണ്ട, എത്രയും പെട്ടെന്ന് പുറപ്പെട്ടോളൂ. അപ്പുക്കുട്ടനുമായും വിൽസൺ പാറക്കാരന്റെ വീട്ടിലുണ്ട്. അവർ ട്രാപ്പിലാകപ്പെട്ടിരിക്കുകയാണ്. ഹലോ, തനിച്ചിരുന്ന് ബോറടിച്ചല്ലേ? അപ്പുവിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പാറക്കാരൻ അപ്പുവിനെ എന്നെ കെണിയിലാക്കിയിരിക്കുകയാണ്. അയാൾ മഹേന്ദ്രന് ഫോൺ ചെയ്യുന്നത് ഞാൻ കേട്ടു. മഹേന്ദ്രൻ ഇപ്പൊ ഇവിടെ എത്തും. സത്യമാണ് മായ പറയുന്നത്? അതെ, എത്രയും വേഗം രക്ഷപ്പെട്ടില്ലെങ്കിൽ മഹേന്ദ്രൻ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. വരൂ, നമുക്ക് ഇപ്പൊ തന്നെ അനന്തന്റെ അടുത്ത് പോകാം. കൊള്ളാം, വിൽസൺ പാറക്കാരന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? ഇവളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ എനിക്കറിയാം. Ah!
മക്കളെ തല്ലണേ. തുടങ്ങിക്കോ. ഞാൻ അങ്ങോട്ട് എടാ, നീ ഇവിടെ കിടന്ന് കിന്നാരം വയ്ക്കാതെ പുറത്തു പോയി അടിയടാ. ഇറങ്ങിയിരിക്കും. അവിടെ ഞാനൊക്കെ ഉണ്ട്. പറ്റിയ സാധനം കൂട്ടു. അവിടെ നില്ല ചൂല എന്റെ പാലോ മൂത്രത്തെ മുക്കി ചൂലോടെ അടി. പാറക്കാരാ, എന്റെ പണവും ബുദ്ധിയും ഉപയോഗിച്ച് നീ കാശുണ്ടാക്കി, എന്നിട്ട് നീ എന്നെ അടിച്ച് പുറത്താക്കിയല്ലേ? എടുത്തെടുത്തെടുത്തു പോടാ. ആരായിരുന്നോ? അപ്പു, എന്റെ പണി ഇപ്പൊ തീർന്നാ. തെമ്മാടിത്തരം കാണിച്ചിട്ട് പോക്കറ്റ് ഞാൻ പറയുന്നു. എക്സ്ക്യൂസ് മീ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഹലോ. ഇതാടി കൈ വിടറ. എന്നെ കൂടെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? സ്മൈൽ സ്മൈൽ.